നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ചലച്ചിത്ര നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ. പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്ന് സുദർശൻ. പഴുവിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. കാട്ടൂരിൽ നിന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് പ്രതികളെ പിടികൂടിയത്. തിങ്കളാഴ്ചയാണ് CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ഗുണ്ടാക്രമണം ഉണ്ടായത്. മുണ്ടൂരിൽ ടെമ്പോ കത്തി നശിച്ചു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപമുള്ള സെന്റ് ആൻസ് ഇലക്ട്രോ കളർ പ്രോഡക്റ്റ് എന്ന സ്ഥാപനത്തിലെ ടെമ്പോയാണ് കത്തി നശിച്ചത്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന് പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി. കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു. ദേശീയ വായു നിലവാര സൂചികയിൽ തൃശൂർ 4ാം സ്ഥാനത്ത്. ഇതേ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് 1ാം സ്ഥാനത്താണ് തൃശൂർ. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരമാണ് രാജ്യത്ത് തൃശൂർ 4ാം സ്ഥാനത്തെത്തിയത്. ചാവക്കാട് ഉപജില്ലാ കലോത്സവമേള തുടരുന്നു. ജനറൽ വിഭാഗത്തിൽ നിലവിൽ മമ്മിയൂർ LF ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്തും തിരുവളയന്നൂർ HS 2ാം സ്ഥാനത്തുമാണ്. മുന്നറിയിപ്പില്ലാതെ പീച്ചി ഡാം തുറന്നുവിട്ട് പ്രളയമുണ്ടാക്കി 110 ദിവസം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് INTUC പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. മ്യൂസിക് റിയാലിറ്റി ഷോ താരം അമൻ സഖ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. 23 മുതൽ ഡിസംബർ 1 വരെയാണ് കേരളോത്സവം നടക്കുക. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനം ആരംഭിച്ചു. മുതിർന്ന അംഗം UK മണി പതാക ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായിരുന്ന MO ജോൺ അനുസ്മരണം നടന്നു. വിൽവട്ടം യൂണിറ്റ് പ്രസിഡന്റ് AR രഘു അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ LIC ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന 10ാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. പാതിരാക്കൊട്ടുകാവ് ക്ഷേത്രത്തിൽ നിന്നും താലങ്ങളുടെയും ഉടുക്കുവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് നാളെ ആഘോഷിക്കും. തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്തർദേശീയ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളിയെ ആദരിച്ചു. ചെമ്മാപ്പിള്ളി ഉണ്ണിക്കണ്ടത്ത് അബ്ദുൽ ഖാദറിനെയാണ് അനുമോദിച്ചത്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകാനുള്ള കൌൺസിൽ യോഗ തീരുമാനം നടപ്പിലാക്കാത്തത് സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനം. ഓഗസ്റ്റ് മാസത്തിൽ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന നൽകാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. പറപ്പൂർ സെന്റ് ജോൺസൺ നെബുംസ്യാൻ ഫൊറോന ദേവാലയത്തിലെ തമുക്ക് തിരുനാൾ ഈ മാസം 22 മുതൽ 25 വരെ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നാളെ വൈകിട്ട് 7-ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA നിർവഹിക്കും. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ വിതരണോദ്ഘാടനം വെമ്പല്ലൂർ GLPS സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ 6 ദിവസങ്ങളിലായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകൾക്ക് തുടക്കമായി. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി.കെ. ഹൃതിക് ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നെൽച്ചെടികൾക്ക് വളം സ്പ്രേ ചെയ്യൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. രഘുനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ 54.6 കോടി രൂപ ലാപ്സാക്കിയതായി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കോർപ്പറേഷന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നുകാട്ടുന്നതാണെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. ആർട്ടിസ്റ്റ് ശ്രീജ കളപ്പുരയ്ക്കൽ ചിരട്ടകളിൽ തീർത്ത ചിത്രങ്ങളുടെ പ്രദർശനം ഈ മാസം 22 മുതൽ ലളിതകലാ അക്കാദമിയിൽ ആരംഭിക്കും. ശരറാന്തൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 11-ന് ചിത്രകാരൻ മദനൻ നിർവഹിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ സ്വീവേജ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസംബർ 1 മുതൽ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും അനിശ്ചിതകാല സമരം നടത്തും. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ സീവേജ് ടാങ്കറുകളും ലോറികളും പിടിച്ചെടുക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗാനസന്ധ്യ ഞായറാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറും. ഗാനസന്ധ്യയുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിക്കും. LIC ഏജന്റുമാരോടുള്ള മാനേജ്മെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ നാളെ ഡിവിഷൻ ഓഫീസിൽ മാർച്ച് നടത്തും. 1956 മുതൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വേതനത്തിൽ റീഫില്ലിംഗിന്റെ പേര് പറഞ്ഞ് 20% വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. വർഗീയതയ്ക്കും ലഹരിക്കുമെതിരെ സുന്നി യുവജന സംഘം നടത്തുന്ന മാനവ സഞ്ചാരം സംസ്ഥാന പ്രചരണ യാത്ര ഞായറാഴ്ച തൃശൂരിലെത്തും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര നടത്തുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയിൽ ആദ്യമായി ഗോത്രകലയായ മംഗലക്കളി അരങ്ങേറി. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 1ാം സ്ഥാനം മമിയൂർ LF സ്കൂളിനായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ശനിയാഴ്ച മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ മിഷൻ മോഡ് പ്രോജക്ട് ഫോർ ഇന്റർലിങ്ക്ഡ് ഓഫ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് പദ്ധതിയുടെ ഭാഗമായാണ് മേള സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടി വല്ലച്ചിറ സ്വദേശി NK മുരളീധരൻ. 4x400 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡലും ലോങ് ജമ്പിൽ വെള്ളി മെഡലും 100 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡലും മുരളീധരൻ കരസ്ഥമാക്കി. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ താൻ ഗൂഢാലോചന നടത്തിയെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പരാമർശം തെറ്റാണെന്നും ഹൈക്കോടതിയിൽ കേസ് നൽകിയ ഹർജിക്കാരൻ ജോർജ് വട്ടുകുളം. ജീവനക്കാരന് കൈക്കൂലി കൊടുത്ത് കോടതിയുടെ മുതൽ തട്ടിയെടുത്ത ആന്റണി രാജുവിന്റെ കുപ്പായം അഴിപ്പിക്കുമെന്നും ജോർജ് വട്ടുകുളം. ആശുപത്രിയിൽ 9 ദിവസം കിടത്തി ചികിത്സയ്ക്ക് വിധേയനായ രോഗിക്ക് മെഡിസെപ്പ് ഇൻഷുറൻസ് ചികിത്സാ ആനുകൂല്യം ലഭിച്ചില്ലെന്ന് പരാതി. വിയൂർ സെൻട്രൽ ജയിലിലെ ചീഫ് ജയിൽ വാർഡനായി വിരമിച്ച TI കൊച്ചുകുഞ്ഞനാണ് അർഹമായ ഇൻഷുറൻസ് തുക നിഷേധിച്ചത്. കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വാസുപുരം വീട്ടിച്ചോട് തെക്കൂട്ട് വീട്ടിൽ 44 വയസ്സുള്ള സലീഷാണ് മരിച്ചത്. ജില്ലാ ആർട്ടിസാൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് സംഘ് BMSന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ക്ഷേമനിധി ബോർഡ് ഓഫീസ് ഉപരോധിച്ചു. കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സലീം തെന്നിലാപുരം ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടിയിൽ മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ MO ജോൺ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി കാരുണ്യ യാത്രകളിലൂടെ സംസ്ഥാന ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമാഹരിച്ച 2.25 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. 12 ജില്ലകളിൽ നിന്നായി സമാഹരിച്ച തുക സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി.
വയനാട് ജനതയോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമാശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. അടിവാരം പള്ളിയിൽ നിന്നും സഹവികാരി ഫാദർ ജോഷി പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ കുരിശുമൂടിയിലേക്ക് പ്രദക്ഷിണം നടത്തി. ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. ക്ഷേത്രതന്ത്രി പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാട്, മേൽശാന്തി ശശിധരൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.